നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ MSK ഹാരിസ്. വലിയ സന്തോഷമുണ്ട്, കാരണം നിങ്ങളെന്താണോ സഞ്ജുവിൻ്റെ PR ആണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് അഭിമാനത്തോടെ പറയാൻ തോന്നുന്നു. തുടർച്ചയായി അതേടാ PR തന്നെ. സഞ്ജുവിന് തീർച്ചയായിട്ടും വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ മൊമെൻറ്റിലാണ് നമ്മളുള്ളത്. നമ്മുടെ അതേ വികാരം തന്നെയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഉണ്ടാവുക. ഒരു T20 മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും കണ്ട ഒരു മത്സരത്തിന് ശേഷം 7 റൺസിൻ്റെ, അത് ഇത്രയും 254 റൺസ് ഒരു വലിയ ടോട്ടൽ പറഞ്ഞൊരു മത്സരത്തിൽ ഏകദേശം 500 റൺസിൻ്റെ അടുത്താണ് ഒരു 40 ഓവറിൽ പിറന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു 7 റൺസിൻ്റെ ഒരു ത്രസിപ്പിക്കുന്ന വിജയം ഇന്ത്യ നേടുന്നു. ബൗളിങ്ങിലെ പരാജയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരു വലിയ വിജയം ഇന്ത്യ നേടുന്നു. ന്യൂസിലൻഡിനെതിരായ ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. എങ്ങനെയായിരുന്നു നമസ്കേ മാച്ച്? തീർച്ചയായും നമ്മൾ സഞ്ജുവിൽ തന്നെ പറഞ്ഞു തുടങ്ങണം. നീ ആർച്ചറെങ്കിൽ ഞാൻ ആരാച്ചാർ. ആ ഒരു മൂടായിരുന്നു സഞ്ജുവിൻ്റെ തുടക്കത്തിലേക്കുള്ള മൂഡ്. കാരണം ഫസ്റ്റ് ഓവറിൽ നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുവേ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ആർച്ചറുടെ പന്തുകൾ സഞ്ജു എങ്ങനെ നേരിടുന്നു, അതിനെ ആശ്രയിച്ചിരിക്കും സഞ്ജുവിൻ്റെ ഫോം എന്നൊക്കെ പറഞ്ഞു. സഞ്ജുവിനെ ഇതിന് മുമ്പ് 3 തവണ കുറഞ്ഞ റൺസിൽ, അതായത് അധികം 23 പന്തുകളിൽ 22 റൺസ് വഴങ്ങി 3 തവണ ആർച്ചർ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം ആർച്ചറായിരിക്കും സഞ്ജുവിന് വെല്ലുവിളി എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്ത് ആർച്ചറിൻ്റെ ഫസ്റ്റ് ഓവറിൽ തന്നെ ഒരു ബൗണ്ടറിയും ഒരു 6ഉം അടിച്ചാണ് സഞ്ജു തുടങ്ങുന്നത്. പിന്നീട് 3-ാമത്തെ ഓവറിലും ആർച്ചറിൻ്റെ 2-ാമത്തെ ഓവറിലും സഞ്ജു ഒരു മനോഹരമായൊരു 6 അടിക്കുന്നു. അതിനിടയ്ക്ക് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. പക്ഷേ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതിന് ശേഷമുള്ള സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ ആ 89 റൺസ് എടുക്കുന്നത് വരെയുള്ള സഞ്ജു ഇന്നിങ്സ് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പതറുന്നില്ല. പിന്നെയും ആർച്ചർ പന്തറിയാൻ വന്നപ്പോൾ ആ ഓവറിൽ 2 സിക്സുകൾ, അതിൽ 2-ാമത്തെ 6 അദ്ദേഹം സ്റ്റാൻഡിങ് ചെയ്ത് നിന്ന് നിൽപ്പിലുള്ള ഒരു 6 ആണ്. അതായത് ഒരു ബോളറുടെ ആത്മവിശ്വാസം അപ്പാടെ തകർക്കുന്ന ഒരു 6 ആയിരുന്നു. അപ്പോൾ ആർച്ചറിനെ തകർത്തുകൊണ്ടുള്ള സഞ്ജുവിൻ്റെ ഇന്നിങ്സ് തന്നെയാണ്. അപ്പം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ഇങ്ങനെ ഒരു ഫുൾ സർക്കിളിൽ വന്നൊരു ഫീലാണ്. കാരണം നമുക്കറിയാം ന്യൂസിലാൻഡ് പര്യടനത്തിൽ അദ്ദേഹം ഫോം ഔട്ടായിരുന്നു. അതിനുശേഷം സഞ്ജുവിന് പകരം ഇഷാൻ കിഷൻ ടീമിലേക്ക് വരുന്നു. ഈ ലോകകപ്പിൽ ഇഷാൻ കിഷൻ ആദ്യ മത്സരങ്ങളിലൊക്കെ കളിക്കുന്നു. പിന്നെ അവസാനം സഞ്ജു പിന്നെ ഈ അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആയതോടുകൂടി സഞ്ജുവിൽ തന്നെ വിശ്വസിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സഞ്ജുവിനെ ഇറക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം സഞ്ജു ഒരു കടുത്ത രജനീകാന്ത് ആരാധകനാണ്. അണ്ണാമലൈ എന്ന സിനിമ ശരിക്കും ഇപ്പോഴത്തെ ഈ സഞ്ജുവിൻ്റെ ഈ അല്ല, കൃത്യമായിട്ട് പറയാൻ കഴിയും. അണ്ണാമലയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അണ്ണാമലയിൽ ഒരു ലിഫ്റ്റ് സീനുണ്ട്. അതായത് രജനീകാന്ത് എല്ലാ താഴ്ചകളിൽ നിന്നും ഉയർന്നു വന്ന് ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് അപ്പുറത്ത് രജനീകാന്തിൻ്റെ ശത്രുവായിരുന്ന അശോക്, അദ്ദേഹം ലിഫ്റ്റ് ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ. ഇവിടെ ശത്രു എന്ന് പറയാൻ പറ്റില്ല. അതായത് എതിരാളികൾ, വിമർശകരൊക്കെ ലിഫ്റ്റ് ഇറങ്ങി വരുന്ന സമയത്ത് അണ്ണാമലൈ രജനീകാന്ത് ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട്, ഒരു കോട്ടൊക്കെ ഇട്ട്, ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് മുകളിലേക്ക് ഏറുകയാണ്. അതായത് വിജയങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. ആ മുകളിലെത്തിയിട്ട് അദ്ദേഹം ഒരു ഇങ്ങനെ ഞൊടിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്, എന്നിട്ട് മലയിടാ അണ്ണാമലൈ, ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പോൾ സഞ്ജു ശരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ 97 റൺസ്, അത് മാൻ ഓഫ് ദി മാച്ച് പ്രകടനമായി. ഈ മത്സരത്തിൽ 89 റൺസ് നേടി ടീമിൻ്റെ ഒരു നെടുന്തൂണായി നിന്നു. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഈ ക്യാച്ച് എടുത്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും, അതായത് നമ്മുടെ ഈ മഹാഭാരതത്തിലൊരു കഥയുണ്ട്, യുധിഷ്ഠിരനും അർജുനനും തമ്മിലൊരു കഥ. അതിൽ സഞ്ജു അതിനുശേഷം കണ്ടത് ശരിക്കും മരം കൊണ്ടുള്ള ആ കിളിയുടെ കണ്ണ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അമ്പെയ്യലായിരുന്നു. അതായത് ഒരു ആരാണ് ഏറ്റവും നല്ല ആർച്ചർ അമ്പെയ്ത്തുകാരൻ ആരാണ് എന്നുള്ള ഒരു ചർച്ച വരുന്നു. മറ്റുള്ളവരൊക്കെയും പിന്നെ അർജുനന് കൂടുതൽ ദ്രോണാചാര്യർ പരിഗണന നൽകുന്നു എന്ന തരത്തിൽ കുറ്റപ്പെടുത്തുന്നു. ആ സമയത്ത് അർജുനൻ വീണ്ടും പിന്നെ അതായത് ദ്രോണാചാര്യർ അർജുനിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരു മത്സരം നടത്താമെന്ന് പറയുന്നു. അപ്പം ഒരു മരം കൊണ്ടുള്ളൊരു ഒരു കിളിയെ ഒരു മരത്തിൻ്റെ കൊമ്പിൻ്റെ ഇടക്ക് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് ആദ്യം യുധിഷ്ഠിരനോട് ചോദിക്കുന്നു, യുധിഷ്ഠിരൻ എന്താണ് നിങ്ങൾ കാണുന്നതെന്ന് ചോദിക്കുന്നു. യുധിഷ്ഠിരൻ പറയുന്നു, ഞാൻ നിങ്ങളെയും കാണുന്നു, ഇവിടെയുള്ള ആളുകളെയും കാണുന്നു, ആ മരത്തെയൊക്കെ കാണുന്നു പറയുന്നു. അപ്പോൾ എന്നാൽ നീ അമ്പെയ്യണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. അതിനുശേഷം ഭീമനും നകുലനും സഹദേവനും ഒക്കെ ഇതേപോലുള്ള ആൻസറുകൾ എന്ന് പറയുന്നു. അവസാനം അർജുനെ വിളിക്കുന്നു. അർജുനൻ പറയുന്നു, ഞാൻ ആ കിളിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. അതായത് കൃത്യമായ ലക്ഷ്യം മാത്രമേ കാണുന്നുള്ളൂ, എയിം ചെയ്യാൻ, ആർച്ചറാവാൻ, അല്ലെങ്കിൽ കൃത്യമായും ആ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹം അമ്പെയ്യുന്നു. ശരിക്കും
ഇതിൽ എന്താ പറയുക, സഞ്ജുവിൽ ഇത്രയും വിശ്വാസം അർപ്പിക്കുന്ന ഒരാൾ ദ്രോണാചാര്യർ എന്ന നിലക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെയും സഞ്ജുവിന് PR വർക്ക് ചെയ്തു എന്ന് പലരും പറയുന്ന നമ്മളൊക്കെയും സഞ്ജുവിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടാണ്. സഞ്ജു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഇന്നിങ്സോട് കൂടി അദ്ദേഹം അമ്പെയ്യുന്നത് കൃത്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന ഇന്നിങ്സാണ് കഴിഞ്ഞ ഇന്നിങ്സും ഈ ഇന്നിങ്സും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇന്നിങ്സ് തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിൻ്റെ 89 റൺസ്, അതിന് മാത്രമല്ല സ്ലോവർ ബോളുകൾ പോലും അദ്ദേഹം കൃത്യമായും ജഡ്ജ് ചെയ്ത് കളിച്ചു എന്നുള്ളതും നോക്കുമ്പോൾ സഞ്ജു തന്നെയാണ് ഇന്ത്യയുടെ എക്സ് ഫാക്ടർ. അതായത് ഈ ടൂർണമെൻറ്റിൻ്റെ മുമ്പ് ഈ ടീമിലെ ഒരു പ്രധാന പ്ലെയർ പോലും അല്ലാത്ത, അല്ലെങ്കിൽ ഈ ടീമിൽ അദ്ദേഹത്തിന് ഇടം കിട്ടാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞ, ഞാൻ ആർക്ക് പകരം ഈ സഞ്ജുവിനെ ഈ ടീമിൽ കളിപ്പിക്കണം, അഭിഷേകിന് പകരമോ അല്ലെങ്കിൽ തിലക് വർമ്മയ്ക്ക് പകരമോ എന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ചോദിച്ച അതേ സഞ്ജു സാംസൺ ഇന്ന് ഈ ടീമിലെ മെയിൻ പ്ലെയറായി മാറി എന്നുള്ളതാണ്. സഞ്ജുവിന് വേണ്ടി മറ്റു ടീമുകൾ തന്ത്രങ്ങൾ ഒരുക്കാൻ ഇനി ആരംഭിച്ചിട്ടുണ്ടാകുമെന്ന ഗണത്തിലേക്ക് സഞ്ജു വളർന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു ആരാധകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടം തന്നെയാണ് ഇത്. ടാക്സിക്സിന്റെ വിജയം. പോയി സഞ്ജുവിനെ അയച്ചു കൊടുക്കണം ഉറപ്പായിട്ടും. ഇപ്പോൾ ജേക്കബ് ബദൽ ഗ്രീസിലുള്ള സമയത്തെല്ലാം ഇന്ത്യക്ക് പേടി തന്നെയാണ്, ചങ്കിടിപ്പോടെ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യ പരാജയത്തിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അതിൽ ബുംറയുടെ 18ാമത്തെ ഓവർ, ഹാർദിക്കിൻ്റെ 19ാമത്തെ ഓവർ, ആ 2 ഓവറാണ് വളരെ ക്രൂഷ്യലായത്. ബുംറ എനിക്കൊന്ന് 6 റൺസ് വിട്ടു കൊടുത്തിട്ടുള്ളൂ, ഹാർദിക്ക് 9 റൺസ്, 2 ഓവറിൽ 15 റൺസ് മാത്രമാണ് പിറന്നത്. ഒരു എല്ലാ സിനിമയൊക്കെ മികച്ചൊരു ത്രില്ലിംഗ് സിനിമയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു മികച്ച പ്രകടനം. ഇത് ഇന്ത്യക്ക് എത്രത്തോളം ഊർജ്ജം നൽകും ഫൈനലിൽ? തീർച്ചയായും എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ടോസ് ഇന്ത്യൻ മൈതാനങ്ങളിൽ ഭയങ്കര നിർണായകമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണല്ലോ നമ്മളുള്ളത്. ഇപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ 2 ചേസുകൾ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ. അതായത് പിന്നെ ടോസ് നേടുന്ന ടീം ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുക, ഡ്യൂ ഫാക്ടർ മുതലാക്കുക എന്നാണ്. പിന്നെ ഇന്ത്യ 2 ഡെത്ത് ഓവറുകളാണ് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് നിർണായകമായത് എന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ തിലക് വർമ്മ ആർച്ചറിനെ അവസാനത്തെ ഡെത്ത് ഓവറുകളിൽ ഒരു ഓവറിൽ 3 സിക്സർ അടിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ 2 സിക്സർ അടിക്കുന്നുണ്ട്. 7 റൺസിനാണ് നമ്മൾ ജയിക്കുന്നതെന്ന് ഓർക്കണം. അവർ ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് 6 ബാറ്റർമാരുടെ ബാറ്റിംഗ് ആവറേജ് 21 മറ്റോ ആണ് ഈ മത്സരത്തിന് മുമ്പ് വരെ നമ്മൾ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത്. പക്ഷേ ഈ മത്സരത്തിൽ അവർ പലരും ഡെലിവറി ചെയ്യുന്നു. വിൽ ജാക്സ് ആണ് സാധാരണ അവർക്ക് വേണ്ടി ഡെലിവറി ചെയ്യാറുള്ളത്. പക്ഷേ മറ്റൊരു മനുഷ്യൻ വന്നിട്ട് അവിടെ എരിഞ്ഞു കത്താണ്. ഡെത്ത് ഓവറിൽ സൂര്യകുമാർ യാദവ് എടുത്ത ആ തീരുമാനങ്ങൾ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഹർഷദീപ് സിംഗ് നന്നായി പന്തറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 6ഉം 4ഉം കൊടുക്കുന്നത്. പിന്നെ ജസ്പ്രീത് ബുംറ അടുത്ത ഓവറിൽ കൊണ്ടുവരില്ലാതെ വേറെ വഴിയില്ല നമുക്ക്. ആ ഓവർ പിടിക്കുന്നു. ഹാർദിക് പാണ്ഡ്യ തല്ലുകൊള്ളുമോ എന്ന് വിചാരിച്ച ഘട്ടത്തിലാണ് ആ ഓവറും നന്നായിരുന്നു. അതായത് അതിനു മുമ്പ് ശിവൻ ദുബെ കൊണ്ടുവന്നിരുന്ന ആലോചിച്ച് നോക്ക്. കാരണം ശിവൻ ദുബെ അവസാനത്തെ ഓവറിൽ കൊടുക്കുന്നത് 10-20 റൺസിന് മുകളിലാണ്. അപ്പോൾ അത്രക്കും അതെ, അതായത് ഓരോ റൺസിനും വലിയ പിന്നെ നിർണായകമായ റോൾ മനസ്സ്. പിന്നെ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞേ മതിയാവും. പിന്നെ പറഞ്ഞാലും മതിവരാത്തൊരു ഘട്ടത്തില്ലേ. കാരണം നമ്മൾ സഞ്ജുവിനെ കുറിച്ച് ഓരോ എപ്പിസോഡ് ഇറങ്ങുന്ന സമയത്തും സഞ്ജു വീണ് പോകുന്ന സമയത്ത് നമ്മൾ പിന്താങ്ങുന്ന സമയത്തും കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന ഒരുപടി മനുഷ്യരെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അതല്ലേ, സഞ്ജു എത്ര പണം തന്നിട്ടുണ്ട്, സഞ്ജുവിന് PR വർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് അയാളെ നമ്മളിങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയത്. ഇപ്പോൾ ഈ മത്സരത്തിന് തൊട്ട് മുമ്പാണ് പിന്നെ സെമിയിലേക്ക് പോകുന്ന സഞ്ജുവിന് ഇതാ ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് ചേതേശ്വർ പൂജാര പറയുന്നത്. പിന്നെ ഷോർട്ട് ബോളുകൾ നേരിടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കൂ. കാരണം അഭിഷേക് ശർമ്മയ്ക്ക് പിന്നെ ആർച്ചറിന് മുന്നിൽ വലിയ റെക്കോർഡുകളാണുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഹാരി ബ്രൂക്കിൻ്റെ തന്ത്രങ്ങൾ കൃത്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജുവിന് വേണ്ടി അദ്ദേഹം ജോഫ്ര ആർച്ചറിനെ കൊണ്ടുവരുന്നു. അഭിഷേക് ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിൽ ജാക്സിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ വിൽ ജാക്സ് ഓഫ് സ്പിന്നർ ആണല്ലോ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യയെ കുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിൽ ജാക്സൺ 2 ഓവർ കൊടുക്കുന്നുണ്ട്. ഇഷാൻ കിഷനെ അഭിഷേക് ശർമ്മ പുറത്തായതിനു ശേഷം അതേ പവർ പ്ലേയിൽ ഇഷാൻ ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും പിന്നെ ഇഷാൻ കിഷന് വേണ്ടിയിട്ട് വീണ്ടും പിന്നെ വിൽ ജാക്സനെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പക്ഷേ സഞ്ജു ആ പ്ലാനുകളെ മുഴുവൻ പൊളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇയാൾ ഇറങ്ങിയിട്ടുള്ള 7 സിക്സിൽ 4 സിക്സും ആരാണ് അടിച്ചത്? സഞ്ജു അടിച്ചത്. 3 പിന്നെ ഒരൊറ്റ ഓവറിൽ തിലക് വർമ്മ അടിച്ച 3 സിക്സാണ്. 15 എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ ആർച്ചറിൻ്റെ റെക്കോർഡുകൾ കൂടെ മുന്നിൽ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ആർച്ചർ 11 വിക്കറ്റുകളാണ് ഈ ടൂർണമെൻറ്റിൽ ആകെ എടുത്തിട്ടുള്ളത്. അതിൽ 8 വിക്കറ്റും പവർ പ്ലേയിലാണെന്ന് ഓർക്കണം. അതായത് പവർ പ്ലേയിൽ ഇത്രമേൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു ബോളർമാരെ വെച്ചിട്ടാണ് കളി പിടിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ബോളർമാർ മുഴുവൻ അപ്രസക്തമായി പോകുന്നു. അതേസമയം അപ്പുറത്ത് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഡ്യൂ ഫാക്ടറിനെ മുതലായിക്കൊണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ 260 അത്രയും സ്കോർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ മത്സരം നമ്മുടെ കയ്യിൽ കിട്ടിയതെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യൻ മൈതാനങ്ങളിൽ ഡ്യൂ ഫാക്ടർ ഈ ടൂർണമെൻറ്റിൽ പല കുറി ചേസിങ്ങിൻ്റെ സമയത്ത് വളരെ നിർണായകമാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിനെ പോലൊരു ടീം ഇങ്ങനെ ചേസ് ചെയ്യുമോ എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒരു 4 വിക്കറ്റ് പോയ സമയത്ത് പോലും നമ്മുടെ കയ്യിലാണ് കളി എന്ന്. പക്ഷേ എനിക്കൊന്ന് ഹാരി ബ്രൂക്ക് ആ ക്യാച്ച് വിട്ടെടുത്താണ് ഈ
ഈ കളിക്കട്ടെ മൊത്തം അതൊരു സിമ്പിൾ ക്യാച്ച് ആയിരുന്നു. അതേസമയം എടുത്തു പറയേണ്ട ഒരു പേരാണ് അക്ഷർ പട്ടേലിന്റെ പേര്. ഇന്നത്തെ മത്സരത്തിൽ ആ 2 ക്യാച്ചുകൾ, ഒന്ന് ശിവൻ ദൂബൈക്കാണ് അത് ക്രെഡിറ്റ് പോവുക, പക്ഷേ അതിനുവേണ്ടി എടുത്ത എഫേർട്ട് അക്ഷർ പട്ടേലിലേക്ക്. ആ 2 ക്യാച്ച് നിർണായകമായ ക്യാച്ച്, ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് നിർണായകമായ ക്യാച്ചായിരുന്നു. നമ്മൾ പിന്നെ ഫീൽഡിൽ ഇന്ത്യയുടെ പിഴവുകളെ കുറിച്ച് പലകുറി ഇതിനു മുമ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് ഈ വിജയം നേടിത്തരുന്നതിൽ ഫീൽഡിലെ ആ മികച്ച പങ്ക് ഇത് പിന്നെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2024 T20 ലോകകപ്പിലെ സമയത്ത് മിച്ചൽ മാർഷിന്റെ ക്യാച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അക്ഷർ പട്ടേൽ ബൗണ്ടറി ലൈനിൽ നിന്ന് എടുത്തൊരു ക്യാച്ച് ഉണ്ട്. ഇതുപോലൊരു എഫേർട്ട്, പക്ഷേ മനോഹരമായി. ഇപ്പോൾ നമ്മൾ പിന്നെ ബൗളിങ്ങിൽ നമുക്ക് പാളിയിട്ടുണ്ട്, കാരണം ഡ്യൂ ഫാക്ടർ നിർണായകമാകുമെന്ന ഘട്ടത്തിൽ വരുൺ ചക്രവർത്തിയെ കുറിച്ച് എടുത്ത് പറഞ്ഞാൽ മതിയാവും. വരുൺ ചക്രവർത്തി കഴിഞ്ഞ കുറേ മത്സരങ്ങളായിക്കൊണ്ട് 30+ സ്കോർ, അല്ലെങ്കിൽ ഇന്ന് 50-ന് മുകളിൽ റൺസ് വിട്ടുകൊടുത്തത്. അതെ, മിഡിൽ ഓവറുകളിൽ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ റൺസ് പിടിച്ചെറിയുന്ന മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്നത്തെ മത്സരത്തിൽ പറയാനുള്ള ഏക സാധനം ബട്ട്ലറുടെ ഒരു വിക്കറ്റ് മാത്രമാണ്. ബാക്കി 67 റൺസ് ഇതുപോലത്തെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ വഴങ്ങാൻ തുടങ്ങുന്ന വലിയ പക്ഷേ ഇന്നത്തെ ഇതിലേക്ക് നോക്കുമ്പോൾ 10-ൽ താഴെ, അതായത് ഇംഗ്ലണ്ടിന്റെ ബോളർമാരായിക്കോട്ടെ ഇന്ത്യയുടെ ബോളർമാരായിക്കോട്ടെ, 10-ൽ താഴെ ഇക്കോണമിയിൽ 2 പേരേ ഉള്ളൂ, ബുംറയും ഹാർദിക് പാണ്ഡ്യ. അത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് 9.5 അങ്ങാണ്ടാണ് ഉള്ളത്, 8.8 ബുംറയ്ക്കും ഉണ്ട്. ബുംറയുടെ ഒരു ബൗളിംഗ് മികവ് തന്നെയാണ്, പ്രത്യേകിച്ച് അതിൽ ആ 18ാമത്തെ ഓവർ ക്രൂഷ്യലായത്. വെറും 6 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിന് ബേത്തലിന് സ്ട്രൈക്ക് കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ 16ാമത്തെ ഓവർ ഒതുക്കി എന്നുള്ളതാണ്. അതെ അതെ, ഡെത്ത് ഓവറിൽ ഞാൻ 2 ഓവറിൽ ആ ഒരൊറ്റ 4 കൊടുത്തിട്ടുള്ളത് ബുംറ. നിർണായകമായിരുന്നു 2 ഓവർ എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ അതായത് സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ മാച്ച്, തീർച്ചയായും 2ാമത്തെ മത്സരത്തിലും പ്ലെയർ ഓഫ് ദ മാച്ച് സ്വീകരിച്ച ശേഷം സഞ്ജു സാംസൺ പറഞ്ഞത് ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത്, മത്സരത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ജസ്പ്രീത് ബുംറയ്ക്കാണെന്നാണ്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് എനിക്ക് മെഡൽ കിട്ടില്ല എന്നുള്ള അത്രമാത്രം ക്രൂഷ്യൽ സാധനമാണ്. സഞ്ജു ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് തന്നെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് വലിയ ഒരു ഇത് തന്നെയാണ്. പലപ്പോഴും സഞ്ജുവിനെ കുറിച്ച് ഞാനും കൂടി പറയട്ടെ, എന്തായാലും സഞ്ജുവിനെ കുറിച്ച് അരിച്ചു പറഞ്ഞ തന്നെയാണ്. അതായത് സഞ്ജുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. സഞ്ജുവിനെ കുറിച്ച് ഒരു വ്യക്തിപരമായ ബന്ധം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചധികം സന്തോഷമുണ്ട്. അപ്പോൾ ഏതൊക്കെ സമ്മർദ്ദത്തിലൂടെയാണ് സഞ്ജു സാംസൺ കടന്നു പോകുന്നുള്ളതാണ്. കാരണം ലോകകപ്പിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയുടെ ലോകകപ്പിലെ വിക്കറ്റ് കീപ്പറായിരിക്കും, ഇന്ത്യയുടെ ഓപ്പണറായിരിക്കും എന്ന് കരുതിയത്തിൽ നിന്ന് ഒറ്റയടിക്ക് എല്ലാം കീഴ്മേൽ മറിഞ്ഞ് പിന്നെ സഞ്ജു സാംസണ് കളിക്കാൻ അവസരം കിട്ടുന്നില്ല, ടീമിലുണ്ടാവില്ല. അഭിഷേകിന് പനി വന്നൊരു സാഹചര്യത്തിൽ മാത്രമാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത്. ആ സമയത്ത് സഞ്ജു നമീബിയക്കെതിരെ നന്നായിട്ട് കളിച്ചു, 8 പന്തിൽ 22 റൺസ് അടിച്ചു, പിന്നീടും പുറത്തിരുത്തുന്നു. അതായത് എല്ലാവരും കണ്ണംകടി കളിക്കുന്നവർ ഉൾപ്പെടെ വരെ പറയുന്നു 2 ലെഫ്റ്റീസ് സ്ഥിരമായിട്ട് കളിക്കുമ്പോൾ ഓഫ് സ്പിന്നർ വന്നു കഴിഞ്ഞാൽ വിക്കറ്റ് പോകും, ഇന്ത്യയുടെ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് വീഴ്ത്തുമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്നിട്ട് പോലും സഞ്ജുവിന് എന്തോ വാശിയുടെ പുറത്താണെന്ന് തോന്നുന്നു പരിഗണിക്കാത്ത രീതിയിൽ ആ രീതിയിലാക്കുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പരാജയപ്പെട്ടപ്പോൾ മാത്രമാണ് ഇല്ല സഞ്ജുവിനെ നമുക്ക് ഉൾപ്പെടുത്താമെന്നുള്ള രീതിയിൽ തരുന്നത്. പിന്നെ കളിക്കുന്നതെല്ലാം ഇന്ത്യക്കും സഞ്ജുവിനും നോക്കൗട്ട് മത്സരങ്ങളാണ്. അത് സിംബാബ്വെക്കെതിരെ സഞ്ജു നന്നായിട്ട് ഡെലിവർ ചെയ്യുന്നു. പിന്നീട് ഈഡൻ ഗാർഡൻസിലെ ഒരു അതിഗംഭീരമായൊരു ഇന്നിങ്സ്, ഇന്ത്യയുടെ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ചേസിങ്ങുകളിലൊന്ന് അവിടെ സഞ്ജു പൂർത്തിയാക്കുന്നു. ലോകകപ്പിലെ 2ാമത്തെ ഇൻഡിവിജ്വൽ സ്കോർ അവിടെ 97 റൺസ് സുരേഷ് റെയ്നയ്ക്ക് പിന്നിൽ നേടുന്നു. അങ്ങനെ സഞ്ജു ഒരു നാഷണൽ ഹീറോ ആയി മാറുന്നു. ഇപ്പോൾ നാഷണൽ ട്രഷറായി മാറിയിരിക്കുകയാണ് സഞ്ജു. അത്രമാത്രം ഗംഭീരമായൊരു ഇന്നിങ്സ് തന്നെയാണ് വാങ്കഡയിലെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ കളിച്ചത് എന്നുള്ളത്. മാത്രമല്ല ഈ ടോട്ടൽ 6 അടിച്ചതിന്റെ ഗണത്തിൽ ഈ ടൂർണമെന്റ് 4ാം സ്ഥാനത്ത് അദ്ദേഹം 4ാം സ്ഥാനത്തെത്തി. രോഹിത് ശർമ്മയ്ക്കൊപ്പം എത്തി ഇന്ത്യക്ക് വേണ്ടി T20 ഏറ്റവും കൂടുതൽ 6 അടിച്ചത്. അത് 4-4 മത്സരത്തിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വെറും 4 മത്സരം കൊണ്ടാണ് അദ്ദേഹം അതായത് സഞ്ജു കളിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ചോദ്യങ്ങൾ ആദ്യത്തെ മത്സരങ്ങളിൽ. പിന്നെ അത് മാറി സഞ്ജു തിളങ്ങുമോ എന്നായി, സഞ്ജു സെഞ്ചുറി അടിക്കുമോ എന്നായി. 4 മത്സരം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു റേഞ്ചാണത്. സഞ്ജു കളിക്കുമോ എന്നുള്ളിടത്ത് നിന്ന് സഞ്ജു സെഞ്ചുറി അടിക്കുമോ എന്നുള്ള റേഞ്ചിലേക്ക് എത്തി. 2 റെക്കോർഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഹയസ്റ്റ് സ്കോർ T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോറായിട്ട് വിക്കറ്റ് കീപ്പർ, അതുപോലെ തന്നെ ബാറ്ററും 89 റൺസ് നോക്കൌട്ട് സ്റ്റേജിൽ. അതുപോലെ തന്നെ നമ്മൾ സഞ്ജുവിന്റെ പേര് മാത്രം എടുത്ത് പറഞ്ഞാൽ പോരാ, ശിവൻ ദൂബെ അവസാന ഓവറിൽ അദ്ദേഹം റൺ കൊടുത്തെങ്കിലും ശിവൻ ദൂബെ ബാറ്റിംഗ് ഇന്ന് മൊത്തത്തിൽ നമുക്ക് ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ പക്കായിരുന്നു. അതായത് 7ാം സ്ഥാനത്താണ്, 7ാം നമ്പറിലാണ് തിലക് വർമ്മ വരുന്നത്. തിലക് വർമ്മയെ ടോപ്പ് ഓർഡറിൽ കൊണ്ടുവരുന്ന വിചാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശിവൻ ദൂബെ ഇറക്കി വിടുന്നത്. പക്ഷേ ആ ഡിസിഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നമുക്ക് അറിയില്ല. പക്ഷേ ശിവൻ ദൂബെ അവിടെ ഡെലിവറി ചെയ്യുന്നതാണ് കണ്ടത്. അതെ, നന്നായിട്ട്
ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഹാർദിക് പാണ്ഡ്യയുമായിട്ടുള്ള ആശയക്കുഴപ്പത്തിലാണ് വിക്കറ്റ് പോകുന്നത്. പിന്നെ വരുന്ന തിലകുറമി നന്നായി ഡെലിവറി ചെയ്യുന്നുണ്ട്. 7 ബോളിലാണ് 21 റൺസ് അടിക്കുന്നത്, 300 സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ഡെത്ത് ഓവറുകളിൽ നമ്മൾ സ്കോർ ചെയ്ത ആ സ്കോറിന് ഈ വിജയത്തിൽ നിർണായകമായ റോളുണ്ടെന്ന് പറഞ്ഞേ മതിയാവും. കാരണം അവസാനത്തെ ആ ഓവറിലെത്തുന്നു എന്ന് പറഞ്ഞാൽ അവസാന ഓവർ വരെ ജീവൻ പോകുന്ന രീതിയിലാണ് നമ്മൾ കളി കൊണ്ടുകൊണ്ടിരുന്നത്. സോ അഹമ്മദാബാദിലേക്ക് വരുന്ന സമയത്ത് ന്യൂസിലാൻഡാണ് ഇനി എതിരാളികൾ എന്ന് ആലോചിക്കണം. അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇതേപോലെ മാത്രമല്ല അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്റ്റേഡിയം നമുക്ക് അത്ര രാശിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2023 ലോകകപ്പ് ഫൈനലിൽ നമ്മൾ അത്രയും ഉറപ്പിച്ച് എന്തായാലും ഇന്ത്യക്ക് കപ്പെന്ന് പറഞ്ഞ് ഓസ്ട്രേലിയ മൊത്തത്തിൽ ഫോം ഔട്ടാണ്. ഇന്ത്യ അത്രയും കോൺഫിഡൻസോടെ കളിക്കുന്നു. ഒരു 1.30 ലക്ഷം ആൾക്കാർ അവിടെ കളി കാണാൻ വരുന്നു. അവർക്കിടയിൽ ഉറപ്പായിട്ടും കളിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയെ ഞാൻ സൈലന്റ് ആക്കുമെന്ന് പറയുന്നു. ഇന്ന് സാം കർൺ അങ്ങനെ പറഞ്ഞു 4 ഓവറിൽ 53 റൺസ്. സാം കർണയും സഞ്ജു നന്നായി അടിക്കുന്നുണ്ട്. കാരണം സാം കർൺ ഇന്ന് ഷോർട്ട് ബോളുകൾ സാം കർണും സഞ്ജുവിനും ആർച്ചറിനെ പോലെ തന്നെ സഞ്ജുവിനെതിരെ ഭയങ്കര റെക്കോർഡുള്ള ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ IPL 2 തവണ സഞ്ജു മുമ്പിൽ വന്ന സമയത്ത് പിന്നെ കളയുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ജുവിന് സാം കറിന്റെ ബോൾ അധികം അടിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പവർ പ്ലേ തന്നെ സാം കറിനെ കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ആർച്ചർ ഏറ്റവും അവസാനം സഞ്ജുവിന് എറിഞ്ഞൊരു ഓവർ ഉണ്ടല്ലോ, സഞ്ജു പുറത്താകുന്നതിന് മുമ്പ് എറിഞ്ഞ ഓവറിൽ അതിൽ 2 ബോളും ഷോർട്ട് ബോളൊന്നും അല്ല എറിയുന്നത്, സ്ലോവർ 120 കിലോമീറ്റർ വേഗത്തിലൊക്കെ സ്ലോവർ ബോൾ വരുന്നു. ആ ഓവറിൽ 2 സിക്സറുകൾ അടിക്കുന്നുണ്ട്. സാം കറിനും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്ന് സഞ്ജുവിനും അവരുടെ എല്ലാ ഇതങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ആദ്യം ഷോർട്ട് ബോളുകൾ പരാജയപ്പെടുന്നു, എക്സ്ട്രാ പേസ് പിന്നെ പൊതുവെ വാങ്കഡയിലെ പിച്ചിൽ എക്സ്ട്രാ ബോൺസ് വരും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ പേസിന് മുന്നിൽ സഞ്ജു മുട്ടിടിക്കും എന്ന് പറയുന്നിടത്ത് അതിനെയും അദ്ദേഹം യഥാർത്ഥത്തിൽ ആ ഹാരി ബ്രൂക്ക് എങ്ങാനും ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയൊന്നും പറയാൻ കഴിയില്ലായിരുന്നു. ഇതിൽ രസകരമായ ഒരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം പിന്നെ സഞ്ജു കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്നിംഗ്സിന് ശേഷം ക്രിക്ക് ബസ്സിൽ നമ്മുടെ ശശി തരൂറിൻ്റെ ഒരു ലേഖനം വന്നിരുന്നു സഞ്ജുവിനെ കുറിച്ചുള്ള. അതിൽ അദ്ദേഹം ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, സഞ്ജുവിൻ്റെ ഒരു അതായത് സഞ്ജു ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ, നമ്മുടെ ഒരു മലയാളി സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷനോട് കൂടിയുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ അയാളുടെ വീടെടുക്കാനുള്ള പ്രശ്നങ്ങളുണ്ടാവും, ലോണിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഒപ്പം നമ്മുടെ മറ്റൊരു ടെൻഷൻ കൂടിയാണ് സഞ്ജു ഇന്ന് കളിക്കുമോ അല്ലെങ്കിൽ സഞ്ജു ഇന്ന് ഫോം ആവുമോ എന്നത്. കഴിഞ്ഞ ഇന്നിങ്സിന് ശേഷം ശശി തരൂർ കൃത്യമായിട്ടും എഴുതിയത് എനിക്ക് ആ ടെൻഷൻ ഇല്ല, അതായത് സഞ്ജു ക്രീസിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം കളിച്ചോളും എന്ന രീതിയിൽ തന്നെ എൻ്റെ മൈൻഡ് സെറ്റായി, എനിക്ക് സഞ്ജു കളിക്കുമോ എന്നുള്ള ടെൻഷൻ ഇല്ല എന്ന രീതിയിൽ അത് എഴുതിയിരുന്നു. നമുക്ക് ഏതാണ്ട് സഞ്ജു പ്രശ്നമല്ല, സഞ്ജു ഇപ്പോൾ പ്രതീക്ഷയാണ്. നമുക്ക് മാത്രമല്ല 147 കോടി ഇന്ത്യക്കാർക്ക് പ്രതീക്ഷയാണ്. പിന്നെ ഇതിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില ടാക്ടിക്കൽ മിസ്റ്റേക്കുകളും ഈ മത്സരത്തിൽ തോൽവി. കാരണം നമ്മുടെ ഒബേർട്ടനെ ഇറക്കിയ അതിന്റെ പൊസിഷന്റെ മുമ്പ് ആർച്ചറിനെ ഇറക്കിയിരുന്നെങ്കിൽ ഒബേർട്ടൻ നേരിട്ട 3 പന്തുകൾ അതിന് വലിയ വിലയുള്ള ഒരു സമയമാണ്. പക്ഷേ ആർച്ചറാണ് കുറച്ചുകൂടി ഹിറ്റിംഗ് എബിലിറ്റി ഉള്ളത്. അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിലും T20 തലത്തിലും IPL നമ്മൾ കണ്ടിട്ടുണ്ട്. രാജസ്ഥാന് വേണ്ടി കളിക്കുന്ന സമയത്തൊക്കെ പടുകൂറ്റൻ സിക്സറുകൾ, ഒരു ഡാരൻ സാമി സ്റ്റൈൽ സിക്സറുകൾ അടിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ആർച്ചറിന്റെ ഒരു പൊസിഷൻ വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. ബാറ്റിംഗ് ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്. കാരണം അദ്ദേഹം 14 ബോളിൽ 18, അത് നേരിട്ടത് ബുംറയാണ് അത്രയും ക്രൂഷ്യൽ. എന്നാൽ പോലും 14 ബോൾ അദ്ദേഹം നേരിട്ട് 18 റൺസ് മാത്രമാണ് അടിക്കുന്നത്. അപ്പുറത്ത് ബാറ്റിൽ നല്ല ടച്ചിൽ നിൽക്കുന്ന പ്ലെയർ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് അവരുടെ ഓപ്പണേഴ്സ് പിന്നെ ജോസ് ബട്ട്ലർ ആവട്ടെ അല്ലെങ്കിൽ ഫിൽ സാൾട്ട് ആവട്ടെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഫോം ഔട്ടാണ്. ഇംഗ്ലണ്ട് സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിൽ വളരെ മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന മറ്റൊരു താരം കൂടി ഉണ്ടായിരുന്നു, ബെൻ ഡെക്കറ്റ്. അദ്ദേഹത്തിന് ഈ ലോകകപ്പിൽ പ്രത്യേകിച്ച് അവസരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഈ ഫിൽ സാൾട്ട് ഇത്രത്തോളം പിന്നെ ജോസ് ബട്ട്ലർ ഏത് സമയം പൊട്ടിത്തെറിച്ച് മികച്ച ഇന്നിങ്സ് കളിക്കാൻ സാധ്യതയുള്ള ഒരു കളിക്കാരനാണ് ഫിൽ സാൾട്ട്. ഓക്കെ, പക്ഷേ ഫോം ഔട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഫിൽ സാൾട്ടിൻ്റെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സീരീസിലുള്ള റൺസുകളൊക്കെ ഒരു 4-5 പ്രാവശ്യം അദ്ദേഹം സിംഗിൾ ഡിജിറ്റിൽ ഔട്ടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ സഞ്ജു സാംസണെ അഭിഷേക് ശർമ്മ ഫോം ഔട്ടായ സമയത്താണ് സഞ്ജു സാംസണെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചത്. അതേ അവസരത്തിൽ ഫിൽ സാൾട്ട് ഇത്രയും ഫോം ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോസ് ബട്ട്ലർ ഇത്രയും ഫോം ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ഹാരി ബ്രൂക്കും അതുപോലെ തന്നെ വിൽ ജാക്സും മാത്രമാണ് കൃത്യമായും ഡെലിവർ ചെയ്ത ബാറ്റർമാർ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ബെൻ ഡെക്കറ്റ് എന്ന അവരുടെ അടിച്ചു കളിക്കുന്ന ഒരു താരമാണ്. ടെസ്റ്റിലൊക്കെ അദ്ദേഹം പിന്നെ അതിവേഗം T20 ഇന്നിങ്സ് കളിക്കുന്ന താരമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു എൻട്രി നൽകാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബെത്തൽ എന്നുള്ളത് ശരിക്കും ഒരു ഭയങ്കര ക്രിക്കറ്റിംഗ് ഫാമിലിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ജസ്റ്റ് ഒന്ന് നോക്കിയത്. 23 വയസ്സാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അദ്ദേഹം ബാർബഡോസിലാണ് ജനിച്ചത്. അപ്പോൾ ബാർബഡോസിൽ ജനിച്ച് ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുന്ന ഒരു താരം എന്ന രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, ബാർബഡോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, വിൽ ബെത്തൽ എന്നുള്ള താരം. അതുപോലെ ആർദ്ര ബെത്തൽ എന്നുള്ള അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛൻ, അതും ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, ബാർബഡോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. മൊത്തം ഒരു ക്രിക്കറ്റിംഗ് ഫാമിലിയാണ്. അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് രാമായണം റെഫറൻസ് മണക്കുന്നുണ്ട്. അല്ല, അതായത് അത്രയും
ക്രിക്കറ്റിംഗ് എബിലിറ്റി ഉണ്ട്. ഇംഗ്ലണ്ടിന്റെ ഏറ്റവും യങ്ങസ്റ്റ് ക്യാപ്റ്റനായിട്ട് മാറിയ ഒരു T20 ക്യാപ്റ്റനായിട്ട് മാറിയൊരു താരമാണ്. ഒരു ഭാവിയിലെ ഇംഗ്ലണ്ടിന് വേണ്ടി നമ്മുടെ യശസ്വി ജയ്സ്വാളിനെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതേ തരത്തിൽ തന്നെ ഇംഗ്ലണ്ട് മുന്നിൽ കാണുന്നൊരു കളിക്കാരനാണ് ബെത്തൽ. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ നിന്നും നമ്മൾ ഒരിക്കലും അഭിനന്ദിക്കാതെ പോകരുത്. കാരണം അത്രയും മികച്ച ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഭാഗത്ത് ക്രൗഡിൻ്റെ അദ്ദേഹം സിക്സ് അടിക്കുമ്പോൾ ക്രൗഡിൻ്റെ ചിയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഗാലറി മൊത്തം ഇന്ത്യൻ ആരാധകരാണ്. ഇന്ത്യൻ ആരാധകരെ ഒരു സമയത്ത് മുൾമുനയിൽ നിർത്തിയ ഇന്നിങ്സ് തന്നെയായിരുന്നു. വരുൺ ചക്രവർത്തിയെ പോലുള്ള ഒരു മിസ്റ്ററി സ്പിന്നറെ, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളൊരു ബോളറെ ഫസ്റ്റ് 3 പന്തുകൾ സിക്സർ അടിച്ചുകൊണ്ട് വരവേൽക്കുക, അതിലൊന്ന് റിവേഴ്സ് സ്വീപ്പ് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ അത്രയും ആധികാരികമായിട്ട് അദ്ദേഹം കളിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് കുറച്ചുകൂടി ഒരു 2-3 പന്തുകൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടും കിട്ടിയിരുന്നെങ്കിൽ, ആ റണ്ണൗട്ട് ഇല്ലായിരുന്നെങ്കിൽ, ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു മൈൻഡ് ഓഫ് സെൻസ് അത് കറക്റ്റാണ്. അദ്ദേഹം ബോളറുടെ കയ്യിലേക്കല്ല ആ പന്ത് എറിഞ്ഞത്, കറക്റ്റ് വിക്കറ്റ് കീപ്പറുടെ കയ്യിലാണ്. സഞ്ജു അത് റണ്ണൗട്ട് ആക്കുകയും ചെയ്യുന്നു. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അത് ബോളർ എടുത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് 2 ഓടുമായിരുന്നു. അടുത്ത ആർച്ചറിന് സിക്സ് അടിക്കാൻ പറ്റിയല്ലോ. തീർച്ചയായിട്ടും ബെത്തൽ അത്രയും ഫോമിൽ നിൽക്കുന്ന താരമാണ്. തീർച്ചയായും ശിവൻ ദൂബെ സിക്സ് അടിക്കാൻ കഴിയും എന്ന് തന്നെ തോന്നിക്കുന്ന ഇന്നിങ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതൊരു ഹാർദിക് പാണ്ഡ്യയുടെ പ്രസൻസ് ഓഫ് മൈൻഡിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. പിന്നെ അക്സർ പട്ടേൽ ആ ഒരു 2 ക്യാച്ചുകൾ, അത് ആദ്യം ഹാരിസ് പറഞ്ഞ ആദ്യത്തെ ക്യാച്ച്, പിന്നെ ബ്രൂക്കിന് ഔട്ടാക്കിയ ക്യാച്ച് എന്ന് പറയുമ്പോൾ അദ്ദേഹം 24 മീറ്റർ ഓടുകയാണ്. 24 മീറ്റർ കവർ ചെയ്തിട്ട് ആ ഒരു ക്യാച്ച് എടുത്തു. അതും മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് അവസാന നിമിഷം ഒന്ന് തെറ്റുന്നുണ്ട്. പിന്നെ അത് ലാസ്റ്റ് നിമിഷം അദ്ദേഹം മുന്നോട്ടേക്ക് ഡൈവ് ചെയ്തിട്ടാണ് ആ ക്യാച്ച് എടുക്കുന്നത്. ഓടി വന്ന് ഉമ്മ വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്യാച്ചിന് ശേഷം സൂര്യകുമാരെ അതൊരു മേലേക്ക് ചാടിക്കയറുന്നുണ്ട്. നമ്മൾ പിന്നെ 1983 വേൾഡ് കപ്പിൽ കപിൽ ദേവ് ഇതുപോലൊരു ക്യാച്ച് പുറകോട്ട് ഓടിപ്പോയി എത്രയോ മീറ്റർ പുറകോട്ട് താണ്ടിയിട്ടൊരു ക്യാച്ച്. നമ്മുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ക്യാച്ചുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ എങ്ങനെ നേടുന്നത് ദക്ഷിണാഫ്രിക്കക്കെതിരെ ക്യാച്ച്. പക്ഷേ ഈ ടൂർണമെന്റിൽ നമ്മൾ ശരിക്കും ആശങ്കപ്പെടുത്തിയിരുന്നു. ദിലീപ് സെമിക്ക് മുമ്പ് എന്തോ പണിയെടുത്തിട്ടുണ്ട് തന്നെ മനസ്സിലാക്കിയാൽ മതിയാവും. കാരണം ഈ ടൂർണമെന്റിൽ ക്യാച്ചിങ് എഫിഷ്യൻസി ഏറ്റവും കുറഞ്ഞ ടീം നമ്മളാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാൻ പോലും നമുക്ക് മുന്നിലുണ്ടാക്കാൻ കാര്യത്തില് 13 ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിൽ മാരക ഫോമിൽ അത് ഭയങ്കര കോൺഫിഡൻസിലാണ്. ഒരു ക്യാച്ച് എടുക്കുമ്പോൾ തന്നെ ടീമുകൾ എല്ലാവരും വന്ന് ഭയങ്കരമായ ഒരു നമ്മളെന്താ പറയുക എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് മൂഡിലായിരുന്നു മൊത്തത്തിൽ. എനി പ്രൊഡിക്ഷൻ ഫോർ ഫൈനൽ എന്താണ്? ഫൈനൽ അവസ്ഥ എന്തായിരിക്കും? ഫൈനൽ വരുൺ ചക്രവർത്തിക്ക് പകരം അല്ലെങ്കിൽ വരുൺ കുൽദീപിനെ പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട് ഉറപ്പായിട്ടും. എന്തായിരിക്കും അവസ്ഥ? എനിക്ക് തോന്നുന്നു പിന്നെ ഈ 2 ടീമുകളെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും അത്ര മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ഇതുവരെ എത്തിയ ടീമുകളല്ല. പക്ഷെ ന്യൂസിലാൻഡ് പിന്നെ സൗത്ത് ആഫ്രിക്കെതിരെ നേടിയ വിജയം നമ്മളെ ശരിക്ക് പിന്നെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അത് ടോസ് മുതലാണ് ഈ കളി ജയിക്കുന്നത് എന്നതാണ്. ടോസ് വളരെ നിർണായകമാണ് ഇന്ത്യയിലെ മത്സരങ്ങളിൽ എന്നുള്ളതാണ്. ഡ്യൂ ഫാക്ടർ വളരെ നിർണായകമാണ്. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ അത്രയും സ്കോർ ചെയ്തുകൊണ്ടാണ് നമ്മൾ 7 റൺസിനെങ്കിലും ജയിച്ചത്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ 7 ഓവർ ബാക്കി നിൽക്കുകയാണ് ആലനും സീഫേർട്ടും ചേർന്നിട്ട്. അതും ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ട് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് സൗത്ത് ആഫ്രിക്കയുടെ എന്ന് ആലോചിക്കണം. അതിൽ പിന്നെ ആർക്കാ ഏറ്റവും കൂടുതൽ എക്കോണമി? യാൻസൺ ആണ് ഏറ്റവും കൂടുതൽ എക്കോണമി. പിന്നെ ലുങ്കി എങ്കിടിയൊക്കെ 11 എക്കോണമി. ലുങ്കി എങ്കിടി ഈ ടൂർണമെന്റിൽ 10 മുകളിൽ എക്കോണമിയിൽ പന്തറിഞ്ഞ കളികൾ വളരെ വിരളമാണ്. അപ്പോൾ പിന്നെ ഡ്യൂ ഫാക്ടർ വളരെ നിർണായകമാകും. ഇന്ത്യയെ സംബന്ധിച്ച് ടോസ് ഭാഗ്യം ഇന്ത്യക്ക് പലതവണയായിട്ടില്ല. 2 അഹമ്മദാബാദ് സ്റ്റേഡിയം ഇന്ത്യക്ക് ഒരു ഭാഗ്യമില്ലാത്ത സ്റ്റേഡിയമാണ്. അതുകൊണ്ട് ഫിന്നലിനെ സൂക്ഷിക്കണം, ടീം സീഫേർട്ടിനെ സൂക്ഷിക്കണം, അവരുടെ പ്രധാനപ്പെട്ട കളിക്കാരെയൊക്കെ സൂക്ഷിക്കണം. അവർക്കാണെങ്കിൽ ഏറ്റവും അടുത്തവർ ഇന്ത്യയിൽ ഒരു T20 പരമ്പര കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻസ് നന്നായി അറിയുന്ന ടീമാണ്. ന്യൂസിലാൻഡ് നമുക്ക് ഒരിക്കലും എഴുത്തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവരുടെ ഓപ്പണർമാരെ നമുക്ക് എഴുത്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. സഞ്ജു ഫോം തുടരുമോ? ഉറപ്പായിട്ടും. തുടർച്ചയായിട്ടുള്ള 3ാമത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങാൻ പോകണം നമ്മുടെ ചെക്കന്. വീണ്ടും നമ്മൾ PR പരിപാടി തുടങ്ങുന്നതാണ്. ആഗ്രഹങ്ങൾ പറയാലോ, കാരണം നമ്മൾ ഭാവി നല്ല പ്രവചിക്കാൻ പോകുന്നത്. സഞ്ജു ഒരിക്കൽ കൂടി തിളങ്ങണം, ഒരു 50+ സ്കോർ നേടണം, സന്തോഷം, പ്ലെയർ ഓഫ് ദ മാച്ച് നേടണം. ഇന്ത്യ കിരീടവും കൂടി നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ റേഞ്ച് മാറി, സഞ്ജുവിന്റെ റേഞ്ച് മാറിയില്ലേ? എവിടെ നിന്ന സഞ്ജു ആണ്? സഞ്ജു അങ്ങനെ ഒരു അടുത്ത മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആവുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവും. വളരെ കുറഞ്ഞ മത്സരം കളിച്ചുകൊണ്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിലേക്ക് എത്തുന്ന മുമ്പ് ഏതൊരു ഓസ്കാർ അവാർഡ് ഇങ്ങനെ വളരെ കുറഞ്ഞ ഒരു ചിത്രത്തിൽ കാമിയോ ഒരു 15 മിനിറ്റ് മാത്രം അഭിനയിച്ച് ഓസ്കാർ അവാർഡ് നേടിയ ഒരു നടനെ കുറിച്ചുള്ള പിന്നെ അടുത്ത റെഫറൻസ്. അതേപോലെ സഞ്ജു അവസാന നിമിഷത്തെ ഈ 4 മത്സരങ്ങൾ അല്ലെങ്കിൽ 5 മത്സരങ്ങളിൽ ഇറങ്ങി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കൂടി എടുക്കുകയാണെങ്കിൽ നേടട്ടെ. കാരണം ഒരു 10-15 വർഷത്തിനിടയ്ക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം. സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരത്തെ അതിൽ ഡിസേർവ് ചെയ്യുന്ന പ്ലെയർ തന്നെയാണ്. ക്രിക്കറ്റ് ചരിത്രത്തിൽ 2 മാൻ ഓഫ് ദ മാച്ച്, അതും 2 നിർണായക മത്സരങ്ങൾ നേടിയ മലയാളികളില്ല എന്ന് ആലോചിക്കണം. അപ്പൊ ഇന്ത്യ T20 ലോകകപ്പ് നേടിയ മത്സരത്തിലേക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? പറയാം.
അല്ല എനിക്ക് പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ ഒന്ന് ഫോമായി കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. പിന്നെ സഞ്ജുവിന് പിന്നെ പ്രത്യേകിച്ച് കിവീസിനെതിരെയാണ് സഞ്ജു ഇംഗ്ലണ്ടിന് ശേഷം പിന്നെ ഏറ്റവും അധികം വീണ് പോയിട്ടുള്ളത് സമീപകാലത്ത് തന്നെ. സോ ആ പാവക്കട കൂടി മാറ്റിയിട്ട് വേണം ഈ ടൂർണമെന്റ് അവസാനിപ്പിക്കാൻ. സീരീസ് കൊണ്ട് മാത്രമാണ് സഞ്ജു വാട്ടർ ബോയ് ആയത് ഫസ്റ്റ് 2 മത്സരങ്ങളിൽ. ലൈഫ് മൊത്തം ഒരു സർക്കിൾ ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അതായത് ഏറ്റവും ലോ ലെവലിൽ അദ്ദേഹം കയറി ഇപ്പം അദ്ദേഹമാണ് ഇന്ത്യയിലെ മെയിൻ പ്ലെയർ. ഫൈനലും കൂടി പ്ലെയർ ഓഫ് ദി മാച്ച് ആയി കഴിഞ്ഞാൽ ആ സർക്കിൾ അങ്ങ് പൂർത്തിയായി. സഞ്ജു തന്റെ ദൗത്യം മറ്റു ടീമുകളൊക്കെ അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അഭിഷേക് ശർമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കും. ഇഷാൻ കിഷന് വേണ്ടി പദ്ധതികൾ, സൂര്യകുമാർ യാദവിന് വേണ്ടി പദ്ധതികൾ. ഇപ്പം സഞ്ജുവിന് ചുറ്റും കറങ്ങുന്ന ഒരു ഇന്ത്യൻ ടീമായിട്ട് ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പ് മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ശിവൻ ദുബെ ബാറ്റിംഗിൽ നന്നായി സ്കോർ ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ബോൾ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ക്രെഡിറ്റ് മുഴുവൻ കളയാണോ എന്നൊരു ചോദ്യം കൂടി. സിംബാബ്വേക്കെതിരായ മത്സരം ഇപ്പൊ ഇന്നത്തെ ഇംഗ്ലണ്ടിനെതിരായ ഗതികേടാണ്. ബേത്തൽ അപ്പുറത്തുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അക്ഷർ പട്ടേലിന് ഒരു ഓവർ ബാക്കി ഉണ്ടായിരുന്നു എന്നൂടെ ആലോചിക്കണം. പിന്നെ ആർച്ചർ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് സിംബാബ്വേക്കെതിരായ മത്സരത്തിലും ഇതേ നന്നായിട്ട് ഹിറ്റ് ചെയ്യുന്ന ആളാണ്. നമ്മൾ പല പ്രാവശ്യം അത് IPL കണ്ടിട്ടുണ്ട്. നമുക്ക് തന്ത്രമില്ല എന്നുള്ളതാണ്, നമ്മുടെ ബോളർമാർക്ക് തന്ത്രമില്ല എന്നാണ്. പ്രത്യേകിച്ച് ഫൈനൽ ഇറങ്ങുമ്പോൾ അത് കൂടുതൽ പ്രശ്നമായി വരികയാണ്. 253 റൺസ് അടിച്ചിട്ടും ഇന്ത്യ 7 മാത്രമാണ് ജയിക്കുന്നത്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഒരു അഴിച്ചുപണി ആവശ്യമാണ്. കാരണം വരുൺ ഇങ്ങനെ അടി കിട്ടും എന്നുള്ളത് നമ്മൾ ഒരിക്കലും കുൽദീപ് യാദവിന് ന്യൂസിലാൻഡിനെതിരെ അത്ര നല്ല റെക്കോർഡുകളല്ല എന്നുള്ളതും ആലോചിക്കണം. എന്തായാലും ഒരു ക്രൂഷ്യൽ മാച്ചിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പറയുന്ന പോലെ, എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ സഞ്ജു തിളങ്ങിക്കൊണ്ട് ഇന്ത്യക്കൊരു ലോകകപ്പ് നേടാൻ കഴിയട്ടെ. അതിന് തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളും വലിയ സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്. ഇന്നത്തെ ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം.